ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് മ്യൂച്വൽ ഫണ്ട് സംഭവം നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് പറയാമ്പോൾ നമ്മുടെ US സ്റ്റോക്സിൽ അല്ലെങ്കിൽ US മ്യൂച്വൽ ഫണ്ട് നമ്മൾ പറയാം, US മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ US സ്റ്റോക്സിൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം ഈസി ആയിട്ട്. നമ്മൾ ഓൾറെഡി തന്നെ കുറച്ച് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ പേര് നമ്മുടെ ഇപ്പോഴും സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒന്നുകൂടി പറയുന്നത്, ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇൻഡ് മണി ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാണുന്നിരിക്കും, എൻ്റെ പ്രൊഫൈലിലാണ്. ഇതിൽ ഓൾമോസ്റ്റ് എനിക്ക് $300 ഇപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ $300 US സ്റ്റോക്സ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ഇന്ത്യൻ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. മെജോറിറ്റി എൻ്റെ 90% ഇന്ത്യൻ സ്റ്റോക്കുകളാണ്. ഇതിൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയുള്ളൂ US സ്റ്റോക്സിൽ. ഞാൻ പണ്ടുണ്ടായിരുന്നു, ആപ്പിളിൻ്റെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അത് വിറ്റത് ഭാഗ്യം എന്ന് വെച്ചാൽ ആപ്പിൾ പിടിഞ്ഞ് പണ്ടടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി ഇതിൽ ഇപ്പോൾ ഏതൊക്കെ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആൽഫബറ്റ് ഉണ്ട്, അതായത് ഗൂഗിളിൻ്റെ ഉണ്ട്, ഇന്റൽ കോർപ്പറേഷൻ ഉണ്ട്, ഫൈസർ ഉണ്ട്, ആമസോൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ETF ഉണ്ട്. അതായത് ETF എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ എല്ലാത്തിനും നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ നമുക്കത് ഇന്ത്യൻ സ്റ്റോക്സിലുണ്ട് ETF. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, 2 ETF ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പ്രോ ഷെയർ അൾട്രാ പ്രോ QQQ എന്ന് പറഞ്ഞൊരു ഒരു ETF-ഉം, അതുപോലെ തന്നെ റൗണ്ട് ഹില്ലും ബാൽ മെറ്റാവേഴ്സ് ETF 2 ETF നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 6 ഉണ്ട് എൻ്റെ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ആപ്പിളും ഉണ്ടായിരുന്നു. ആപ്പിൾ ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നു. ആപ്പിൾ ഇപ്പോൾ പന്നിടിവല്ല വന്നായിരുന്നു, അവർ ആകെ അടച്ചു പൂട്ടി പോയല്ലോ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം വന്നിരിക്കുന്നത് ഗൂഗിളിലാണ്. ഗൂഗിൾ കുറച്ച് കാലം മുമ്പ് ഒരു മാസം 1.5 മാസം മുമ്പ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞതായിരുന്നു. ഇപ്പോൾ പക്ഷേ ഭയങ്കരമായിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇവിടെ ഇതിൽ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ഞാനത് ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കാട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഞാൻ എക്സ്ട്രാ കറക്റ്റായിട്ട് എടുത്ത് പറയുന്നില്ല, ഇനിയിപ്പോൾ അത് വേണ്ട. ഓൾമോസ്റ്റ് എനിക്കൊരു $18 ലാഭത്തിലാണ് നിൽക്കുന്നത്. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഒരു ആൽഫബറ്റിന് ഒരു ഷെയറിന് $154. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഫ്രാക്ഷണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ 100 രൂപയ്ക്കും 500 രൂപയ്ക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അതാണ് നമ്മുടെ US സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ഗുണം. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടപ്പ് വരും. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോക്കിന് $154. അതായത് $100 എന്ന് പറയുമ്പോൾ 800 രൂപ, 8,000 റുപ്പീസിന്റെ പകുതിയും കൂടി വരും $50 കയറുമ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12,000-13,000 രൂപ ഒരു സ്റ്റോക്കിന് വരും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇന്റലിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റലിന് ഇപ്പോൾ ഡൗൺ ആണ്. ഞാൻ വാങ്ങിച്ചപ്പോൾ 45 സംതിങ് ഡോളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 43 ഇപ്പോൾ ഡൗൺ ആണ് കേട്ടോ. പക്ഷെ ഇന്ത്യയിലൊക്കെ കയറി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. എന്താ വെച്ചാൽ ചിപ്പ് കമ്പനിയാണല്ലോ. പിന്നെ ഫൈസർ ആണ്, അത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അതും ആക്ച്വലി ഇപ്പോൾ ഡൗൺ ആണ്. പക്ഷേ $27 ഇപ്പോൾ പ്രൈസ് ഒരു സ്റ്റോക്കിന്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ചിടാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ ആമസോൺ അതിലുണ്ട്. ആമസോൺ ഒരു ഷെയറിന് $150 ആണ്. ആമസോണിനെക്കാട്ടൊക്കെ കൂടുതലാണ്. പിന്നെ ETF-കൾ ഉണ്ട്. ETF നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സംഭവം, നമ്മുടെ റെക്കമെൻഡേഷൻ അല്ല, ഞാൻ ഉപയോഗിക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല. ഇൻഡ്മണിയാണ്. ഇൻഡ്മണിയിൽ നമുക്ക് എല്ലാം കൂടി ഒരു ആപ്പ് മതി. അതാണ് ഗുണം. ഞാനിതിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ US സ്റ്റോക്സ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, FD ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം, ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാം, അങ്ങനെ മൾട്ടിപ്പിൾ ഇൻഷുറൻസ് ചെക്ക് ചെയ്യാം, ഇൻഷുറൻസ് എടുക്കാം. നമുക്ക് ഓഫേഴ്സും ഇപ്പൊ എനിക്ക് ഒരു 1 crore ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു ഓഫർ വന്നേക്കുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലത്തെ ഓഫേഴ്സും സംഭവങ്ങളൊക്കെ വരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കിടിലന്നെ ഒരു ആപ്പ് എന്ന് തന്നെ പറയാം, ഒരു സൂപ്പർ ആപ്പ് എന്ന് തന്നെ പറയാം. വെച്ചാൽ എല്ലാം കൂടി നമുക്ക് ഈ ആപ്പ് മാത്രമല്ല ഉപയോഗിക്കുന്നത്. എടുത്ത് പറയട്ടെ, എൻ്റെ ഗോ ഉണ്ട്, ഏഞ്ചൽ വൺ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇതിന്റെ പ്രമോഷൻ വെച്ചിട്ട് ഇത് മാത്രം എടുത്ത് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ ഗ്രോയിൽ എൻ്റെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ടാക്സ് സേവിങ്സ് ഫണ്ടൊക്കെ ഞാൻ അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഇട്ടൊക്കെയാണ്. ഏഞ്ചൽ വണ്ണിൽ സ്റ്റോക്കുകൾ വേറെ കുറേ സ്റ്റോക്കുകൾ ഇതിലുണ്ട്. അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഇട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ പക്ഷേ എൻ്റെ മെജോറിറ്റി സംഭവങ്ങൾ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇൻഡ്മണിയാണ് മാത്രം. എന്ന് വെച്ചാൽ ഈസിയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ. ഇപ്പോൾ US സ്റ്റോക്സിന്റെ കാര്യം പറഞ്ഞാലും നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഇന്ത്യയിൽ റെക്കമെൻഡ് ആയിട്ടുള്ള ഇപ്പോൾ മെജോറിറ്റി ഇന്ത്യയിൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇൻഡ്മണി തന്നെയായിരിക്കും. പിന്നെയുള്ളത് നമുക്ക് വെസ്റ്റഡ് ഉണ്ട്. വെസ്റ്റഡൊക്കെ ഡയറക്റ്റും US ബ്രാൻഡുകളാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് എടുക്കാനും അതുപോലെ തന്നെ അക്കൗണ്ട് തുടങ്ങാനൊക്കെ. ഇതൊക്കെ അക്കൗണ്ട് ഫ്രീ ആണ്, 0 അക്കൗണ്ടാണ്. നമുക്ക് മെയിൻ്റനൻസ് ചാർജോ സംഭവമൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. നമ്മൾ വിൽക്കുമ്പോൾ മാത്രമാണ് ചാർജ് വരുന്നത്. അപ്പോൾ അല്ലാണ്ട് വേറെ എക്സ്ട്രാ സംഭവം മെയിൻ്റനൻസ് ചാർജോ ജോയിനിങ് ചാർജ് അങ്ങനെ സംഭവമൊന്നുമില്ല. അത് ഇന്ത്യൻ സ്റ്റോക്ക് ആയിക്കോട്ടെ, ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് ഡിമാൻഡ് അക്കൗണ്ട് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഇതിൽ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് റെക്കമെൻഡ് അല്ല, നിങ്ങളൊരു US സ്റ്റോക്സ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഇന്ത്യയിലത്തെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബെസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടായിരിക്കും. ഇതല്ലാണ്ട് നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്സ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഒരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ഇതിൽ സ്റ്റോക്സുകളിൽ നമുക്ക് SIP തുടങ്ങാം. മിനിമം $500 വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ അതുപോലെ തുടങ്ങിയത് തന്നെയാണ്. ചിലത് ഞാൻ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അല്ലാണ്ട് തുടങ്ങിയ സംഭവങ്ങളുണ്ട്. നമുക്ക് എല്ലാ മാസം 500 വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. അത് നമുക്ക് ഇഷ്ടമുള്ള കമ്പനീസിൽ തുടങ്ങാം. ഇഷ്ടം പോലെ കമ്പനീസുകളുണ്ട് നമുക്കിതിൽ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതിൽ നമുക്ക് കളക്ഷൻ ആയിട്ടുണ്ട്. ടെക് കമ്പനി വേണോ, ബ്രാൻഡ് ബേസ്ഡ് വേണോ, സെലിബ്രിറ്റി ബേസ് വേണോ, ഹൈ ഗ്രോത്ത് ആയിട്ട് വേണോ, സോഷ്യൽ മീഡിയ ടൈപ്പ് വേണോ, ഇലക്ട്രിക് വേണോ, സ്പോർട്സ് വേണോ, മെറ്റാവേഴ്സ് വേണം. അത് നമുക്ക് എല്ലാം തീം ബേസ്ഡും അതുപോലെ എല്ലാം നമുക്ക് ഇതിൽ കാണാം. ഞാൻ എന്തായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ കാണില്ല അല്ലെങ്കിൽ. അപ്പോൾ ഒരു ഓവറോൾ ഈസി ആയിട്ട്, അത് ഒരു വേറെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇൻഡിവിജ്വൽ എനിക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ഭയങ്കരമായിട്ട് അറിയാത്ത ആൾക്കാർക്ക് തന്നെ ഈസി ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് സുഖമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ലിങ്ക്, നമ്മുടെ ഇൻഡിവിജ്വലിന്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, റിവാർഡ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിട്ട് കിട്ടാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.